നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഹിന്ദി പാഠാവലിയിലെ വളരെ മനോഹരമായ ഒരു കഥയാണ് പഠിക്കാൻ പോകുന്നത്. കഥയുടെ പേര് ഝട്പട്ട് ഔർ നട്ഖട്ട് എന്നാണ്. ഈ കഥ ഝട്പട്ട് ഔർ നട്ഖട്ട് എന്ന പേരിലുള്ള 2 സഹോദരന്മാരെക്കുറിച്ചാണ്. ഝട്പട്ടാണ് ചേട്ടൻ, അവൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നട്ഖട്ട് അനുജനാണ്, അവൻ 3ാം ക്ലാസ്സിലും. ഇവർ അടുത്ത ഗ്രാമത്തിലെ സ്കൂളിലാണ് പോകുന്നത്. ഝട്പട്ട് വേഗത്തിൽ നടക്കുന്ന പ്രകൃതമുള്ളവനാണ്, എന്നാൽ നട്ഖട്ട് നേരെ തിരിച്ചാണ്. നട്ഖട്ട് വഴിയിലെ ഓരോ കാഴ്ചകളിലും ആകൃഷ്ടനായി. കുളം, ആൽമരം, വയൽ, തോട്, നദി, സമയം കളയും. അനുജനെ ശ്രദ്ധിക്കണമെന്ന അമ്മയുടെ നിർദ്ദേശം കാരണം ഝട്പട്ടിന് ഇവനായി കാത്തിരിക്കേണ്ടിവരും. ഇത് ഝട്പട്ടിനെ ദേഷ്യം പിടിപ്പിക്കുകയും അവൻ അമ്മയോട് പരാതി പറയുകയും ചെയ്യും. ഒരു ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ നദിയിലെ പാലത്തിന് താഴെ ഇറങ്ങി കടലാസ് തോണിയുണ്ടാക്കി കളിക്കുന്നതിനിടയിൽ നട്ഖട്ട് വെള്ളത്തിൽ വീണു. അവന് നീന്താൻ അറിയില്ലായിരുന്നു. ഉടൻ തന്നെ നീന്തലറിയാവുന്ന ഝട്പട്ട് നദിയിലേക്ക് ചാടി അനുജനെ രക്ഷിച്ചു. രക്ഷപ്പെട്ട ശേഷം വീട്ടിൽ ചെന്ന് തനിക്കെതിരെ പരാതി പറയരുതെന്ന് നട്ഖട്ട് ചേട്ടനോട് അപേക്ഷിച്ചു. പകരമായി ഝട്പട്ട് കടലാസ് തോണിയുണ്ടാക്കാൻ നട്ഖട്ടിനെ പഠിപ്പിക്കാമെന്നും നട്ഖട്ട് നീന്താൻ പഠിപ്പിക്കാമെന്നും വാഗ്ദാനം ചെയ്തു. നനഞ്ഞ വസ്ത്രങ്ങൾ വേഗം ഉണങ്ങാൻ വേണ്ടി അവർ പരസ്പരം കൈകോർത്തു പിടിച്ച് വീട്ടിലേക്ക് ഓടാൻ തുടങ്ങി. കഥയുടെ അവസാനം ഝട്പട്ട് നട്ഖട്ടിന്റെ ഗിട്ടിവെള്ളത്തിൽ തട്ടിത്തെറിപ്പിക്കുന്ന കളി പഠിക്കാൻ ശ്രമിക്കുന്നു. ഈ കഥ സഹോദര സ്നേഹത്തിന്റെയും പരസ്പരമുള്ള ശ്രദ്ധയുടെയും പ്രാധാന്യം വരച്ചുകാട്ടുന്നു. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിന്റെ മലയാളാർത്ഥം നോക്കാം. ഝട്പട്ട് ഔർ നട്ഖട്ട്, വേഗക്കാരനും കുസൃതിയും. ഒരിടത്ത് ഝട്പട്ട് എന്നൊരാളും നട്ഖട്ട് എന്നൊരാളും ഉണ്ടായിരുന്നു. ഝട്പട്ട് വലുതായിരുന്നു, നട്ഖട്ട് ചെറുതും. വലുത് കേവലം 2 വയസ്സു മാത്രം വലുതും ചെറുത് 2 വയസ്സു മാത്രം ചെറുതുമായിരുന്നു. ഇരുവരും സ്കൂളിൽ പോയിരുന്നു. ഝട്പട്ട് 5ാം ക്ലാസ്സിൽ, നട്ഖട്ട് 3ാം ക്ലാസ്സിൽ. വീട്ടിൽ നിന്ന് 2 പേരും ഒരുമിച്ച് സ്കൂളിലേക്ക് പോകും, ഒരുമിച്ച് തന്നെ തിരിച്ചുവരും. അവർ ഒരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. എന്നാൽ സ്കൂൾ അവരുടെ ഗ്രാമത്തിലായിരുന്നില്ല, ദൂരെയുള്ള മറ്റൊരു ഗ്രാമത്തിലായിരുന്നു. അവിടേക്ക് നടന്നു പോകുകയും നടന്ന് തിരിച്ചു വരികയും ചെയ്യണമായിരുന്നു. പോകുന്ന വഴിയിൽ അവർക്ക് പല കാഴ്ചകളും കാണാമായിരുന്നു. കുളം, ആൽമരം, വയൽ, തോട്ടം, തോട്, നദി. തിരിച്ചു വരുമ്പോഴും ഇതേ കാഴ്ചകൾ കാണാം: നദി, തോട്, തോട്ടം, വയൽ, ആൽമരം, കുളം. ഝട്പട്ട് വേഗത്തിൽ നടക്കും, നട്ഖട്ട് പതുക്കെയും. ഝട്പട്ട് ആൽമരത്തിനടുത്തെത്തുമ്പോൾ നട്ഖട്ട് കുളത്തിനടുത്തു മാത്രമേ എത്തിയിട്ടുണ്ടാകൂ. ഝട്പട്ട് തോട്ടത്തിനടുത്തെത്തുമ്പോൾ നട്ഖട്ട് വയലിനടുത്തു മാത്രമേ എത്തിയിട്ടുണ്ടാകൂ. ഝട്പട്ട് നദിക്കടുത്തെത്തുമ്പോൾ നട്ഖട്ട് തോടിനടുത്തു മാത്രമേ എത്തിയിട്ടുണ്ടാകൂ. ചെറിയ കുട്ടിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവനെ കൂടെ തന്നെ നിർത്തണം എന്ന അമ്മ ഝട്പട്ടിന് നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് ഝട്പട്ടിന് മുന്നോട്ടു പോയ ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വരും. നട്ഖട്ടിനെ വിളിച്ച് വേഗം നടക്കാൻ പറയേണ്ടി വരും. ഇടയ്ക്കിടെ നിന്ന് നട്ഖട്ടിനായി കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ സ്കൂളിൽ പോകാൻ വൈകുമെന്ന് കണ്ടാൽ നട്ഖട്ടിന്റെ കൈ പിടിച്ച് ഓടിക്കേണ്ടിയും വരും. ഝട്പട്ട് വിഷമിക്കുകയും വീട്ടിലെത്തി അമ്മയോട് പരാതി പറയുകയും ചെയ്യും. അമ്മേ, ചെറുക്കൻ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. അവൻ ചെറുതല്ലേ, അമ്മ ചിരിച്ചുകൊണ്ട് പറയും. വലിയ കുട്ടികൾ ചെറിയ കുട്ടികളെ ശ്രദ്ധിക്കണമല്ലോ. ഝട്പട്ട് ദേഷ്യത്തോടെ മുഖം ചുളിക്കും, പക്ഷേ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവൻ വലുതല്ലേ, അനുജനെ ശ്രദ്ധിക്കുക തന്നെ വേണം. പക്ഷേ നട്ഖട്ട് അല്പം കൂടുതൽ കുസൃതിയാണെന്ന് അവന് തോന്നി. നടന്നു പോകുമ്പോൾ അവൻ കുളത്തിലെ മീനുകളെയും വെള്ളത്തിനു മുകളിലെ താറാവുകളെയും നോക്കാൻ നിൽക്കും. ആൽമരത്തിൽ നിന്ന് താഴേക്ക് വരുന്ന വേരുകളിൽ പിടിച്ച് ഊഞ്ഞാലാടും. വയലിൽ കയറി എന്തെങ്കിലും കഴിക്കാനുള്ളത് തപ്പും. തോട്ടത്തിലൂടെ പോകുമ്പോൾ മാങ്ങയോ പേരയ്ക്കയോ പറിക്കാൻ നോക്കും. തോട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കടക്കുന്ന കളി കളിക്കാൻ തുടങ്ങും. നദിയിലെ പാലം വേഗം കടക്കുന്നതിനു പകരം അതിന്റെ കൈവരിയിൽ ചാരി താഴെക്കൂടി ഒഴുകുന്ന നദിയെ നോക്കി നിൽക്കും. ഒരു ദിവസം നട്ഖട്ട് അതിരുകടന്നു. 2 പേരും സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. നദിയിലെ പാലം വന്നപ്പോൾ നട്ഖട്ട് പാലത്തിൽ കയറുന്നതിനു പകരം താഴെ ഇറങ്ങി നദിക്കരയിലെത്തി. ബാഗിൽ നേരത്തെ ഉണ്ടാക്കിവെച്ച 2 കടലാസ് തോണികളെടുത്ത് ഓരോന്നായി വെള്ളത്തിൽ ഒഴുക്കിവിട്ടു. തോണികൾ ഒഴുകിപ്പോയപ്പോൾ നട്ഖട്ട് സന്തോഷത്തോടെ കൈയടിച്ചു. അപ്പോഴേക്കും പാലത്തിലെത്തിച്ചേർന്ന ഝട്പട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ നട്ഖട്ടിനെ കണ്ടില്ല. നട്ഖട്ട് എവിടെ പോയി എന്നോർത്തപ്പോൾ ഝട്പട്ട് പേടിച്ചു. കൈയടിക്കുന്ന ശബ്ദം കേട്ട് താഴെ നോക്കിയപ്പോൾ നട്ഖട്ട് നദിക്കരയിൽ നിൽക്കുന്നത് കണ്ടു. ഝട്പട്ടിന് അവനോട് വല്ലാത്ത ദേഷ്യം വന്നു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എടാ ചെറുക്കാ, നീയെന്താ അവിടെ താഴെ ചെയ്യുന്നത്? ഞെട്ടിയ നട്ഖട്ട് മുകളിലേക്ക് നോക്കി. എന്നിട്ട് നദിക്കരയിൽ വെച്ച തന്റെ ബാഗ് എടുക്കാനായി കുനിഞ്ഞു.
പെട്ടെന്ന് അവന്റെ കാൽ വഴുതി അവൻ വെള്ളത്തിൽ വീണുപോയി. വെള്ളത്തിന് നല്ല ഒഴുക്കായിരുന്നു. നട്ഖഡിന് നീന്താൻ അറിയില്ലായിരുന്നു. ചെറുതല്ലായിരുന്നു അവൻ. അവൻ ഒഴുകിപ്പോകാൻ തുടങ്ങി. മുങ്ങിയും പൊങ്ങിയും അവൻ ദൂരേക്ക് പോയി. ഝട്പട്ടിന് നീന്താൻ അറിയാമായിരുന്നു. അവൻ ഉടൻ തന്നെ തന്റെ ബാഗ് പുറത്തുനിന്ന് ഊരി പാലത്തിന്റെ കൈവരിയിൽ വെച്ച് നദിയിലേക്ക് ചാടി. കുറച്ചു ദൂരം നീന്തിയ ശേഷം അവൻ നട്ഖഡിനെ പിടിച്ച് കരയിലേക്ക് കൊണ്ടുവന്നു. ഝട്പട്ടിന് അത്രയും ദേഷ്യം വന്നിട്ട് അവൻ നട്ഖഡിനെ 2 അടി കൊടുത്തു. പക്ഷേ നട്ഖഡ് അത്രയും പേടിച്ച് വിറച്ചിരുന്നത് കാരണം അനുജനോട് അവന് സ്നേഹം തോന്നി. അവൻ നട്ഖഡിന്റെ കൈ പിടിച്ച് അവന്റെ ബാഗുമെടുത്ത് പാലത്തിലേക്ക് കയറുന്ന കയറ്റം കയറാൻ തുടങ്ങി. പാലത്തിലെത്തിയ ഉടനെ നട്ഖഡ് പെട്ടെന്ന് ഉറക്കെ കരയാൻ തുടങ്ങി. ഝട്പട്ട് പറഞ്ഞു, ഇപ്പോൾ നീ ഒഴുകിപ്പോകാതെ രക്ഷപ്പെട്ടില്ലേ, പിന്നെന്തിനാ കരയുന്നത്? നട്ഖഡ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ ചെന്ന അമ്മയോടെ എന്റെ കാര്യം പരാതി പറയുന്നില്ലെങ്കിലോ? എന്നാൽ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യാം. നട്ഖഡിന്റെ കരച്ചിൽ നിന്നു. എനിക്ക് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയില്ല, നിങ്ങൾ പഠിപ്പിച്ചു തരുമോ? ഓ അതിനെന്താ, നട്ഖഡ് സന്തോഷത്തോടെ പറഞ്ഞു. പക്ഷേ എനിക്ക് നീന്താൻ അറിയില്ല, നിങ്ങൾ പഠിപ്പിച്ചു തരുമോ? ഓ അതിനെന്താ. ഝട്പട്ട് ചിരിച്ചുകൊണ്ട് നട്ഖഡിന്റെ വാക്കുകൾ അനുകരിച്ചു. രണ്ടുപേരും ചിരിച്ചുപോയി. പക്ഷെ ഝട്പട്ട് നട്ഖഡിന്റെ ബാഗ് അവനെ ഏൽപ്പിച്ച ശേഷം പാലത്തിന്റെ കൈവരിയിൽ നിന്ന് തന്റെ ബാഗ് എടുത്തപ്പോൾ പെട്ടെന്ന് ആശങ്കയോടെ പറഞ്ഞു, അയ്യോ ചെറുക്കാ, നമ്മൾ രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ നനഞ്ഞു. നനഞ്ഞ വസ്ത്രം കാണുമ്പോൾ അമ്മ ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? അതേ ചേട്ടാ, ഇനി എന്തു ചെയ്യും? നട്ഖഡ് ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, വരൂ നമുക്ക് ഓടാം, വസ്ത്രങ്ങൾ തനിയെ ഉണങ്ങിക്കോളും. അതെ, ഇത് നല്ല ആശയമാണ്. ഝട്പട്ട് തന്റെ ബാഗ് പുറത്തു തൂക്കിക്കൊണ്ടു പറഞ്ഞു. നട്ഖഡും തന്റെ ബാഗ് പുറത്തു തൂക്കി ഝട്പട്ടിന് അടുത്തുനിന്ന് ഓട്ടം തുടങ്ങുന്ന മട്ടിൽ പറഞ്ഞു, 1 2 3. ഇരുവരും ഓട്ടം തുടങ്ങി. മുന്നിലോ പിന്നിലോ ആയിട്ടല്ല, പരസ്പരം കൈ കോർത്തു പിടിച്ച് ഒരുമിച്ച്. തണുപ്പ് കാലം തുടങ്ങിയിരുന്നില്ല. കാലാവസ്ഥ തെളിഞ്ഞതായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. രണ്ടുപേരും സന്തോഷത്തോടെ ഓടിപ്പോയി. തോട് കടന്നു, തോട്ടം കടന്നു, വയൽ കടന്നു, ആൽമരത്തെയും പിന്നിലാക്കി. പക്ഷെ കുളത്തിനടുത്തെത്തിയപ്പോഴേക്കും രണ്ടുപേരും ക്ഷീണിച്ചു നിന്നു. വസ്ത്രങ്ങൾ ഉണങ്ങിയല്ലോ ചെറുക്കാ, ഝട്പട്ട് കിതച്ചുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു. അതേ ചേട്ടാ, ശരിക്കും വസ്ത്രങ്ങൾ ഉണങ്ങി, നട്ഖഡും സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോഴാണ് നട്ഖഡിന്റെ കണ്ണിൽ കുളത്തിനടുത്ത് കിടന്ന ഒരു മിനുസമുള്ള കല്ലുപെട്ടത്. നട്ഖഡ് അതെടുത്ത് ചരിഞ്ഞു നിന്ന് വെള്ളത്തിന്റെ ഉപരിതലത്തിൽ തട്ടിത്തെറിപ്പിച്ച് ദൂരേക്ക് പോകുന്ന രീതിയിൽ എറിഞ്ഞു. ഇത് കണ്ടപ്പോൾ ഝട്പട്ടും ഒരു കല്ലെടുത്ത് എറിഞ്ഞു. പക്ഷേ അവന്റെ കല്ല് വെള്ളത്തിൽ ഗുഡുപ്പ് എന്ന് പറഞ്ഞ് താണുപോയി. ചേട്ടാ, നിങ്ങൾക്ക് ഗിട്ടി വെള്ളത്തിൽ തട്ടിത്തെറിപ്പിക്കാൻ അറിയില്ലേ? അതേ ചെറുക്കാ, നിനക്കെന്നെ പഠിപ്പിക്കാൻ കഴിയുമോ? പിന്നെന്താ, ഇപ്പോൾ തന്നെ നോക്കിക്കോളൂ. നട്ഖഡ് ശ്രദ്ധിച്ച് താഴെ നോക്കി ഒരു കല്ലെടുത്ത് ഝട്പട്ടിന് കാണിച്ചുകൊണ്ട് പറഞ്ഞു, കൂടുതൽ ഭാരമുള്ളതും പരുപരുത്തതുമല്ലാത്ത കല്ലെടുക്കുക. കനം കുറഞ്ഞതും മിനുസമുമായിരിക്കണം. എന്നിട്ട് ഇങ്ങനെ എറിയുക. പക്ഷെ അപ്പോഴേക്കും ഝട്പട്ടിന്റെ ശ്രദ്ധ മാറിയിരുന്നു. അവൻ കുളത്തിലെ വെള്ളത്തിൽ നീന്തിക്കളിക്കുന്ന താറാവുകളെ ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു. ഈ കഥയുടെ രചയിതാവ് രമേശ് ഉപാധ്യായാണ്. ജനനം 1942 മാർച്ച് 1, മരണം 2021 ഏപ്രിൽ 24. ജന്മസ്ഥലം ഉത്തർപ്രദേശ്. സാഹിത്യമേഖല അദ്ദേഹം കഥ, നോവൽ, നാടകം, തെരുവുനാടകം, വിമർശനം തുടങ്ങിയ സാഹിത്യശാഖകളിൽ സജീവമായിരുന്നു. പ്രധാന കൃതികൾ ദണ്ഡ് ദ്വീപ്, ഹരേ ഫൂൽ കി ഖുഷ്ബു, ശേഷ് ഇതിഹാസ് എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ്. ബഹുമതി അദ്ദേഹത്തിന് ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.